വളരെ ദൂരെയുള്ള വസ്തുക്കളെ വലുതായി അടുത്തു കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് ടെലിസ്കോപ്പുകൾ. ദൂരദർശിനി എന്നും ഇതിനെ വിളിക്കുന്നു. ടെലിസ്കോപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെതർലാൻഡ് എന്ന രാജ്യത്ത് കണ്ണട വ്യാപാരം നടത്തിയിരുന്ന ഒരു വ്യവസായിയായിരുന്നു ഹാൻസ് ലിപ്പർഷെയും സക്കറിയാസ് ജെൻസനും. ഇവർ രണ്ടുപേരും ചേർന്ന് 1608 ആദ്യമായി ടെലിസ്കോപ്പ് ഉണ്ടാക്കിയെന്നാണ് ചരിത്രം. പേറ്റന്റിൻ്റെ പേരിൽ ഇവർ തമ്മിൽ കോടതിയിൽ ഒരു കേസുമുണ്ടായിരുന്നു. ആ കേസിൽ ലിപ്പർഷെക്കിന് അനുകൂലമായിരുന്നു വിധി. കടയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ലിപ്പർഷെ ഒരു ടെലിസ്കോപ്പ് കടയുടെ മുന്നിൽ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ തോമസ് ഹാരിയറ്റാണ് ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ നോക്കി ചിത്രം വരച്ചത്. ലിപ്പർഷെയുടെ ഉപകരണത്തെ കേട്ടറിഞ്ഞാണ് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വൻ വിപ്ലവം തന്നെ ഗലീലിയോ ഗലീലി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി എന്നായി മാറി. അതിനുശേഷം 1930കളിൽ റേഡിയോ ടെലിസ്കോപ്പുകളും 1960കളിൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകളും കണ്ടുപിടിക്കപ്പെട്ടു. അതിനുശേഷം പ്രപഞ്ച പഠനങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ബഹിരാകാശ ടെലിസ്കോപ്പുകളും നിലവിൽ വന്നു. ഹബിൾ ടെലിസ്കോപ്പ് ഇതൊരു ബഹിരാകാശ ദൂരദർശിനിയാണ്. ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിളിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 1990 ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഹബിൾ ടെലിസ്കോപ്പിനെ വിക്ഷേപിക്കുന്നത്. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയാണ് ഇത് വിക്ഷേപിച്ചത്. ഇതുകൂടാതെ പല ബഹിരാകാശ ടെലിസ്കോപ്പുകളും ബഹിരാകാശത്തു ഭൂമിയുടെ ഉപരിതലത്തും പ്രപഞ്ചത്തിൻ്റെ കാണാക്കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ നൂതനമായ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് 2021 ഡിസംബർ 25 വിക്ഷേപിച്ചു. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ലഗ്രാൻഡെ പോയിന്റ് 2 സ്ഥിതി ചെയ്യുന്നത്. പല പ്രപഞ്ച രഹസ്യങ്ങളും ചുരുളഴിക്കാൻ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് സാധിക്കും. നാസയുടെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജെയിംസ് വെബിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 17 രാജ്യങ്ങളുടെ ഒരു സംയുക്ത സംരംഭമാണിത്. നേതൃത്വത്തിൽ നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ്സ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടി, സൺ ഫോർമുല എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഒരു പേജും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.